ഓക്കെ, അപ്പോൾ ഇന്നിവിടെ നമ്മളൊരു പുതിയ ബ്രാൻഡല്ല, നമ്മുടെ ഷുഗർ കോസ്മെറ്റിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ഒരു സ്കിൻ കെയർ ആയിട്ടൊരു പുതിയ പ്രൊഡക്റ്റുകൾ ക്വിഞ്ച് എന്ന പേരിൽ വന്നിട്ടുണ്ട്. കൊറിയൻ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതിന് കേരളത്തിലെ ഫസ്റ്റ് ലോഞ്ചാണ് നമ്മുടെ ഇവിടെ. അവർ എന്നോട് പറഞ്ഞത് ശരിക്കും ഇന്ത്യയിൽ തന്നെ ഒരു ഫസ്റ്റ് ലോഞ്ച് നമ്മൾ ചെയ്യാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ നമ്മുടെ കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ട് അത് നടന്നില്ല. അപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റിന്റെ ലോഞ്ച് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് കൂടി കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ പ്രൊഡക്റ്റുകൾ ഞാൻ വഴിയെ പരിചയപ്പെടാം. നമ്മളിതിന്റെ ഉദ്ഘാടന ലോഞ്ചിങ് പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ MD റഹ്മാൻ സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹം അത് കേക്ക് കട്ട് ചെയ്തിട്ട് ഇനാഗ്രേറ്റ് ചെയ്യും. കേക്കിന്റെ ഒരു ഫോട്ടോ ഞാനിവിടെ കൂടണം. ഓക്കെ, വലിയ കേക്ക് എല്ലാവർക്കും കൂടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ ഇത് നമുക്ക് ഇവിടെ ഈ പ്രൊഡക്റ്റ് ഇപ്പൊ മേടിക്കാൻ വളരെ ആത്മവിശ്വാസത്തോടെ റെഡി ആയിട്ട് നമ്മുടെ കൊല്ലത്തുനിന്ന് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് തന്നെ കേക്ക് നമ്മൾ കൊടുത്തിട്ട് ആദ്യമേ കേക്ക് കൊടുക്കണം. ഹെഡ് ചെയ്യുന്നത് ഇതിന്റെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പ്രണവ്. ബൊക്കെ കൊടുത്ത് കസ്റ്റമർ സ്വീകരിക്കും. കേക്ക് പ്രൊഡക്റ്റ് പുറകെ വരും. ഓക്കെ, ഔദ്യോഗികമായ പരിപാടികൾ കഴിഞ്ഞു. ഇനി ഞാൻ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒപ്പം തന്നെ നമുക്ക് പ്രൊഡക്റ്റ് പരിചയപ്പെടുന്നതിന്റെ പുറകെ ഞാൻ ചെയ്യാം. അപ്പോൾ തൽക്കാലം ബാക്കിയുള്ള പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. പ്രൊഡക്റ്റ് കൊടുക്കണം, എന്ത് പ്രൊഡക്റ്റാണ് ഉള്ളതെന്നൊന്ന് പരിചയപ്പെടുത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് മൊത്തമായിട്ട് പരിചയപ്പെടുത്താണ്. ഇത് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ പുതിയ കേരളത്തിലെ ഫസ്റ്റ് ലോഞ്ച് ചെയ്ത കൗണ്ടറാണ്. ക്വിഞ്ച് എന്നാണ് പേര്. അങ്ങനെയല്ലേ, ക്വിഞ്ച് എന്നല്ലേ പേര്. ഇത് കുഴപ്പമില്ല, തൽക്കാലം ഒഴിവാക്കിക്കോളൂ. അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവർ പറയും. കംപ്ലീറ്റ്ലി മെയ്ഡ് ഇൻ കൊറിയയാണ് പ്രൊഡക്റ്റ്. മെയിൻ ഷീറ്റ് മാസ്ക് എല്ലാവരും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നതാണ്, കൊറിയൻ ഷീറ്റ് മാസ്ക്. അപ്പോൾ ഷീറ്റ് മാസ്ക് നമുക്ക് വളരെ വിശ്വസിക്കാവുന്ന ഷീറ്റ് മാസ്കുകൾ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് സോണിയ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതിൻ്റെ ഒരു മെയിൻ പ്രൊഡക്റ്റ് എന്താ, നമുക്കൊരു ഹൈലൈറ്റ് ചെയ്യാവുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്? നമുക്ക് മെയിനായിട്ട് വരുന്നത് ആംപ്യൂലാണ് വരുന്നത്. ആംപ്യൂല് വേറൊരു കമ്പനിക്കും അധികമില്ല. ഇത് എന്തിൻ്റെ ആംപ്യൂളാണ്? നമ്മുടെ ഡാർക്ക് സ്പോട്ട്, മെയിനായിട്ട് ഡാർക്ക് സ്പോട്ടിന് വരുന്നതാണ്. ഓക്കെ, കുറേ ആംബ്യൂൾസ് ആളുകൾ ചോദിക്കാറുണ്ട്. നോക്കട്ടെ, മാമാസിയ ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ആംബ്യൂൾ. പലരും ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സിറം. അപ്പോൾ ഈ സിറം ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് ഈ കുട്ടി പറഞ്ഞു തരും. ഇവരിതിൻ്റെ കംപ്ലീറ്റ്ലി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നേക്കണതാണ്. അപ്പോൾ സോണിയ എന്നാണ് ആളുടെ പേര്. നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ സോണിയനെ കാണും. സോണിയനോട് പറഞ്ഞു കഴിഞ്ഞാൽ സോണിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുക, ടോണർ യൂസ് ചെയ്യുക, ദെൻ സിറം യൂസ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒരു ഒറ്റ ഡ്രോപ്പ് മതി, ഫുൾ ഫേസിന് ഒറ്റ ഡ്രോപ്പ് മതി. കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഫിംഗർ കൊണ്ട് തന്നെ ടാബ് ചെയ്ത് കൊടുത്താൽ മതി. സ്കിന്നിലേക്ക് ഒബ്സർവ് ആയിക്കോളും പെട്ടെന്ന് തന്നെ. ഒരു 7 ഡേയ്സിനുള്ളിൽ നല്ല റിസൾട്ട് ഉണ്ടാകും. നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണ ഒരു സംഭവമാണ്. ശരിക്കും നമുക്കങ്ങനെ ഡാർക്ക് സ്പോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ബ്രൈഡൽ പാക്കേജൊക്കെ എടുക്കുന്ന ആളുകൾക്ക് നേരത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ അവരുടെ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും ഒരു 7 ദിവസത്തിനുള്ളിൽ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് വൈസിൽ എടുക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ വേറൊരു ഹൈലൈറ്റ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് പിന്നെ വരുന്നത് ഇതാണ്. എടുത്തോ നോക്കട്ടെ. അത് ഷീറ്റ് ആണല്ലേ? ഇത് എന്താണെന്ന് പറഞ്ഞോ? സിറ്റ് അവേ ട്രീറ്റ്മെൻറ്റ് പാച്ചസ്, സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് പാച്ചസ് ഫോർ ബ്രേക്ക്ഔട്ട് ആൻഡ് ഡാമേജ് സ്കിൻ. ഓക്കെ, ആക്നെ ആണോ? ഓക്കെ, ആക്നെക്കുള്ള പാച്ചസ് ആണ്. ചെറിയൊരു പ്ലാസ്റ്റിക് പോലെ ചെറിയൊരു സ്പോട്ട് പോലെ വരും. നമ്മുടെ പിമ്പിൾസിന് പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റ്. ഒരൊറ്റ പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഒരൊറ്റ പാച്ചസ് എടുത്തിട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് റിമൂവ് ചെയ്യുക. ഇതും അതുപോലെ തന്നെ ഒരു 7 ഡേയ്സ് ആകുമ്പോൾ ആ പിമ്പിൾസ് ഒന്ന് ചെറുതായിട്ട് വരും. അധികം ഇതില്ലാത്ത. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ഓരോരോ പാച്ചസ് ആണോ? റൗണ്ടിൽ ഓരോ പാച്ചസ്. ആ ഓക്കെ, എന്താ മെയ്ഡ് ഇൻ കൊറിയ 24 പാച്ചസ് ആണ് ഈ ഒരു ഒറ്റ പ്രോഡക്റ്റിൽ ഉണ്ടാവുക.
അപ്പോൾ നമുക്കിപ്പോൾ 24 പിമ്പിൾ ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച് തീരും. അതല്ല നമുക്കിപ്പോൾ 1-2 പാച്ചസ് ഇതൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോൾ കേട്ടെടുത്തോളം എനിക്ക് പെട്ടെന്ന് വരുന്നത് നമ്മുടെ ബ്രൈഡൽ പാക്കേജിലൊക്കെ ഈസി ആയിട്ട് ഉൾപ്പെടുത്താവുന്ന നല്ലൊരു റിസൾട്ട് വരുന്ന സാധനമാണ്. ഇതിൻ്റെ റേറ്റ് 299 ആണ്. ഏതാണ്ട് 274 അങ്ങനെ എന്തോ ആണ് നമ്മുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരിക. എന്തായാലും MRP 299. എല്ലാവർക്കും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഒക്കെ വരുന്നത്. 1000-ന് വില പോകത്തില്ല. അപ്പോൾ ഇതാണ് അവരുടെ പാച്ചസ്. ഇനി എന്താ അടുത്തൊരു പ്രൊഡക്റ്റ്? എല്ലാ ഈ പാക്കിന് എന്താ പ്രത്യേകത ഉള്ളത്? പാക്കിങ്ങിന് വന്നാൽ പിന്നെ ഫേസ് വാഷിൻ്റെ പാക്കേജ് അത് എല്ലാ പ്രൊഡക്റ്റിനുള്ള വോവ് അങ്ങനത്തെ കുറച്ച് പ്രൊഡക്റ്റിന് മാത്രം മാമാർത്ത് അങ്ങനെ 2-3 ഇതിന് മാത്രമേ വരുന്നുള്ളൂ. സെൽഫ് യൂസ് ആണ് ഇത് വരുമ്പോൾ. അത് കുറച്ചുകൂടി പോസസിലേക്ക് കുറച്ചുകൂടി നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ബ്രഷസ് വരുന്നത്. ഇതിനൊരു സ്പെഷ്യൽ ബ്രഷ് കൂടിയുണ്ട്. നമുക്ക് ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ടല്ലാതെ തന്നെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് അൺഹെൽത്തി ആയിരിക്കും. ഇതുകൊണ്ടാകുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. കുറച്ചുകൂടി പെനട്രേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഈ ഒരു ബ്രഷ് വെച്ചിട്ടാകുമ്പോൾ. ഷൈൻ കൺട്രോൾ ജെൽ ഫേസ് വാഷാണ്. ജെൽ ടൈപ്പാണ് ഫേസ് വാഷ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് എത്ര MRP ആണ്? 499 ആണ് MRP. അപ്പോൾ ഇതും ജെന്റിൽ ക്ലെൻസർ ഫോർ ഓയിലി സ്കിൻ. ഇത് ഓയിലി സ്കിന്നിനുള്ളതാണ് അല്ലേ? ഓയിലി ടു സെൻസിറ്റീവ്. ഇത് മെയ്ഡ് ഇൻ കൊറിയ. എല്ലാം കംപ്ലീറ്റ്ലി കൊറിയൻ പ്രോഡക്റ്റ് ആണ്. കൂടുതലും ഓയിലി സെൻസിറ്റീവ് ആ സ്കിന്നുകാർക്കാണ് ഇതിൽ കൂടുതലും പ്രൊഡക്റ്റ്. കാരണം അവർക്കാണ് കൂടുതലും ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്നത്. അതൊരു നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ. അതായത് ഫേസ് വാഷ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന സെൻസിറ്റീവ് അല്ലെങ്കിൽ ആക്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സ്കിന്നുകൾക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് എല്ലാം എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം ഓയിലിക്കാർക്കാണ് കൂടുതൽ പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട് അതൊക്കെ വരുന്നത്. സെൻസിറ്റീവ് ആർക്കും. അത് കറക്റ്റ്. ഡ്രൈ സ്കിന്നിന് വരാറില്ല. ഡ്രൈ സ്കിന്നിന് പിന്നുള്ളത് ഡ്രൈനെസ് ആണ്. ഡ്രൈനെസ്സിന് വേണ്ടിയിട്ട് വരുന്നത് ഓയിലാണ് വരുന്നത്. ഇത് ടൈപ്പ് വരുന്നത്. ഓക്കെ, ഇത് ഡ്രൈനെസ് ഉള്ളവർക്ക് ഇൻറ്റൻസ് ഓയിൽ കൺട്രോൾ എസൻസ് മാമാസിയ. ഇത് ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം. നോർമലി എല്ലാവരും പറയും കൂടുതലും ഓയിലി സ്കിന്നുകാർ യൂസ് ചെയ്യാതിരിക്കണേ നല്ലതെന്ന്. പക്ഷേ ഇത് വരുമ്പോൾ നമ്മുടെ ഓയിലി സ്കിന്നുകാർക്കുള്ളൊരു സെബം അതൊരു ഇൻക്രീസ് ചെയ്യണത് അത് ഡിക്രീസ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ MRP 699 MRP. ഓക്കെ, എന്തായാലും കേരളത്തിൽ തന്നെ ഫസ്റ്റ് ലോഞ്ചാണ്. താല്പര്യമുള്ളവർ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എനിക്ക് പ്രൊഡക്റ്റിൻ്റെ ഒരു പാക്കിംഗ് സ്റ്റൈലും എനിക്ക് തോന്നുന്നു ഇവരുടെ എക്സ്പ്ലനേഷൻ ഞാനിപ്പോൾ ഇന്ന് പുതിയ കൗണ്ടർ തുടങ്ങിയത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ പുറകെ ഞാനും ഇപ്പോഴാണ് ഈ പ്രൊഡക്റ്റ് ആക്ച്വലി കാണുന്നത്. ഇന്നലെയാണ് കണ്ടത്, പക്ഷേ കൂടുതൽ നോക്കാൻ കഴിഞ്ഞില്ല. ഇനി അടുത്ത വേറെ എന്തോ ഒരു പ്രൊഡക്റ്റ് മിസിൽ വാട്ടർ അല്ലേ? ക്ലെൻസിങ് വാട്ടർ. മിസിൽ ഡീപ്പ് പോർ ക്ലെൻസിങ്. ഇത് നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാനും ഉപയോഗിക്കും. ഫസ്റ്റ് ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിക്കാം അല്ലേ? ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മേക്കപ്പ് റിമൂവറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ എന്താ റേറ്റ്? ഇതിൻ്റെ വരുന്നത് 499 MRP. മിസിൽ വാട്ടർ വേറെ ഇതിലിപ്പോൾ നമ്മൾ മെയിനായിട്ട് ആളുകൾ കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നുന്നു ഗാർണിയറിൻ്റെ. അതിന് ഒപ്പം വയ്ക്കാവുന്ന ഇതിൽ ക്രൂവൽറ്റി ഫ്രീ ഒരു എംബ്ലം കാണുന്നുണ്ട്. പാരബിൻ ഫ്രീ ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്. ഈ ക്രൂവൽറ്റി ഫ്രീ എന്താണെന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് അറിയില്ലാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെയായിട്ട് കൊടുക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാ പ്രൊഡക്റ്റിലും അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ അടുത്തൊരു പ്രൊഡക്റ്റ്? ഇതൊക്കെ എന്താ? ക്ലെൻസിങ്. ഇതെന്തിനുള്ളതാണ്? ഇത് വരുന്നിട്ട് നമ്മുടെ എക്സസ് ഓയിൽ ആൻഡ് സൂതൻസ് ഇറിറ്റേറ്റഡ് സ്കിൻ. ഓക്കെ, ഇതും പ്രോബ്ലം ആയിട്ടുള്ള ഒരു സ്കിന്നിന് തന്നെയുള്ളൊരു സാധനം. സെൻസിറ്റീവുകാർക്ക്. ഇതെന്ത്? ക്ലെൻസിങ് ബാം വരുന്നത്. ബാം എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലെൻസിങ് തന്നെ കുറച്ചുകൂടി ഡീപ്പായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ സാധാ ഇവിടുത്തെ ക്ലെൻസർ ഉപയോഗിക്കുന്നതിന് പകരം കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഈ ബാം ഉപയോഗിക്കാം. പ്ലസ് മേക്കപ്പ് റിമൂവറായിട്ടും വർക്ക് ചെയ്യും. മേക്കപ്പ് റിമൂവ് അത് തന്നെ ക്ലെൻസിങ് അപ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ശരിക്കും ഇതൊരു ഷുഗർ പോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള മേക്കപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഭൂരിഭാഗം എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത് കുറച്ചേരം സംസാരിച്ചുകൊണ്ട്. മേക്കപ്പ് റിമൂവ് ചെയ്തില്ലെങ്കിലാണ് പിന്നെ കൂടുതൽ പ്രോബ്ലം ഉണ്ടാവും. അല്ല, പക്ഷേ അതിനെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ ഷുഗറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു പ്രൊഡക്റ്റ് പോലെ എനിക്ക് തോന്നണമെന്ന് പറയാം. നിങ്ങൾ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഷുഗറിന്റെ പ്രൊഡക്റ്റ് വന്നിട്ട് നല്ല ലാസ്റ്റ് ചെയ്യണതല്ല. അതൊന്ന് പോകണമെങ്കിൽ ഷുഗർ ഓൾറെഡി എല്ലാവർക്കും അറിയാലോ. ഇതിന്റെ റേറ്റ് എത്ര? ഇതിന്റെ റേറ്റ് വന്നിട്ട് 499. പിന്നെ ഷീറ്റ് മാസ്ക് ഉണ്ടല്ലേ, നോർമൽ എല്ലാവരും ചോദിക്കണേ കൊറിയൻ ഷീറ്റ് മാസ്ക് ചോദിക്കാറുണ്ട്.
അത് പലർക്കും ഈ കൊറിയൻ ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞ ഓൺലൈനിലൊക്കെ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടിയോ അല്ലെങ്കിൽ ഉറപ്പോ പറയാൻ കഴിയാത്ത സാധനമാണ്. പക്ഷേ ഇത് ഇവിടെ അതെ പ്യുവർ ഹെർബലും അല്ല. പക്ഷേ ഇത് പ്യുവർ ഹെർബൽ ഇവിടെ നമ്മൾ അറിയുന്ന ഒരു കമ്പനിയുടെ വിശ്വസിക്കാവുന്ന ഷീറ്റ് മാസ്ക്. അതിന് എന്താ റേറ്റ് വരുന്നത്? ഓക്കെ, 149 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. 2 ഷീറ്റാണുള്ളത്. ഇത് എന്തൊക്കെയുള്ള പ്യൂരിഫിക്കേഷൻ സ്കിന്ന് അതെന്തിനുള്ളതാണ്? ഇത് ബ്രൈറ്റനിങ്ങിൻ്റെ. ഓക്കെ, ഒന്ന് സ്കിൻ പ്യൂരിഫൈ ചെയ്യാനും ഒന്ന് ബ്രൈറ്റനിങ്ങിനും. അങ്ങനെ 2 ഷീറ്റ് മാസ്കാണ് ഇതിൻ്റെ കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഏകദേശം ഉള്ളൊരു 5-6 പ്രോഡക്റ്റ് പറഞ്ഞു. ഇതിനെന്ത് 159 നമ്മൾ റേറ്റ് പറഞ്ഞു. ഏകദേശം ഇതിൽ ഇനി എന്തെങ്കിലും ഇതിലൊരു സ്പെഷ്യലായിട്ട് കാണിക്കാനുണ്ടോ? അണ്ടർ ഐ ക്രീം, പിന്നെ എക്സ്ഫോളിയേറ്റിംഗ് ജെൽ. സ്ക്രബ് ഉണ്ടോ? സ്ക്രബ് വന്നിട്ടില്ല. സ്ക്രബ് ഉള്ളതാണോ? ഓക്കെ, സ്ക്രബൊക്കെ ഇനി വരാനുണ്ട്. അതൊന്നും വന്നിട്ടില്ല. എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സും അപ്പോൾ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മുടെ ബ്രൈറ്റനിങ്ങിൻ്റെ സിറം വന്നിട്ട് നല്ല റൈസ് വാട്ടർ, അവക്കാഡോ അങ്ങനത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർന്നിട്ടുള്ള. അതിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതെല്ലാം. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ ആ ഒരു ഇതറിയാൻ പറ്റും. ഓക്കെ, തീരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് സ്കിന്നിലേക്ക് നന്നായിട്ട് ഒബ്സർവ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇന്നാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഭയങ്കര ആർച്ചൊക്കെ വെച്ചിട്ട് ഇന്നാണ് ഈ പ്രൊഡക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്തത്. അപ്പോൾ സോണിയ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായതാണ്. ഞാനും നിങ്ങൾ കേൾക്കണതിൻ്റെ ഒപ്പം തന്നെ കേട്ടിട്ടുള്ളൂ. ഇന്ന് കേൾക്കും, അപ്പോഴേ എനിക്ക് അറിയാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും വാങ്ങിക്കുക, ഉപയോഗിച്ച് നോക്കുക, അതിനുശേഷം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഓക്കെ അല്ലേ?